الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് എല്ലാ കാലവും വളരെ ഗൗരവമായി താക്കീത് ചെയ്തത് ശിർക്കിനെ സംബന്ധിച്ച് തന്നെയാണ്. ഈ ഭൂമിയിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തിയത് ശിർക്കിനെതിരിലാണ്. അതിൽ ഒന്നാമത്തതാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള 313ഓളം മുർസലീങ്ങളുടെ കാര്യങ്ങൾ പറയാനാണ് പരിശുദ്ധ ഖുർആൻ 90% ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ റസൂലും അതാത് കാലഘട്ടത്തിൽ ജീവിച്ച സംഭവങ്ങളെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിൽ നടന്ന യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യാനാണ് പരിശുദ്ധ ഖുർആൻ അതിന്റെ 90% ഭാഗവും നീക്കി വെച്ചിരിക്കുന്നത്. മസായിലുകളെ സംബന്ധിച്ച് പറയാൻ, അഅ്മാലുകളുടെ മസായിലുകൾ പറയാൻ ആകെ 10% പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി വെച്ചിരിക്കുന്നത്. ശിർക്ക് എന്ന് പറയുമ്പോൾ അത് സംസാരിക്കുന്ന അല്ലാഹു തആല മതക്കാരോടല്ല. ഒരു കാലഘട്ടത്തിലും മതക്കാരെ വേറെ തന്നെ ഏതെങ്കിലും ജാതി മത വിഭാഗങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ടായിരുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ താക്കീത് നൽകിയത്. ശിർക്കിന്റെ താക്കീത് നൽകുന്നത് ഓരോ കാലഘട്ടത്തിലും ജീവിച്ച റസൂലുകൾ അവര് വഫാത്താകുന്നതിന് മുമ്പ് തൗഹീദിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഭൂരിപക്ഷം ജനങ്ങളെയും ആ തൗഹീദിൽ നിലനിൽക്കുന്നവരാക്കിയിട്ടാണ് അവർ മരിച്ചു പോകുന്നത്. ഓരോരുത്തരും മരിച്ച്
ഏതാനും കാലം കഴിയും, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ സമുദായത്തിലെ പണ്ഡിതന്മാര് അവരുടെ താല്പര്യമനുസരിച്ച് അല്ലാഹു തആല ശിർക്കിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാറങ്ങളെ അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. യാദൃച്ഛികമായി സംഭവിച്ചതല്ല ജാറങ്ങൾ. മരിച്ചുപോയ മഹാന്മാരെ ഇടയാളുകളാക്കുക എന്നുള്ളത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് നാം മനസ്സിലാക്കണം. തൗഹീദും യാദൃച്ഛികമായി സംഭവിച്ചതല്ല. അല്ലാഹു തആല മനഃപൂർവ്വം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത അടിസ്ഥാന വിഷയമാണ് തൗഹീദ്. അതേപോലെ തന്നെ അടിസ്ഥാന വിഷയമാണ് ശിർക്കും. ആ ശിർക്കിന് വേണ്ടി അള്ളാന്റെ സംവിധാനമാണ് ജാറങ്ങൾ. ശിർക്കിന് വേണ്ടി അള്ളാന്റെ സംവിധാനം മതങ്ങളല്ല. നാം ആവർത്തിച്ച് പറയുന്നത് എത്ര പറഞ്ഞാലും വേണ്ടപ്പെട്ടവർക്ക് പോലും അത് തലയിൽ കയറുന്നില്ല എന്നുള്ളതാണ്. ശിർക്കിന് വേണ്ടി അള്ളാഹ് സംവിധാനിച്ചത് മതങ്ങളെ അല്ല, ജാറങ്ങളെയാണ്. ജാറങ്ങൾ കൈകാര്യം ചെയ്യുന്നതാവട്ടെ അതാത് കാലഘട്ടത്തിലെ വിശ്വാസികളുമാണ്. പക്ഷെ അവരെ അല്ലാഹു തആല മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ആകാനുള്ള എല്ലാ യോഗ്യതയും ആ കാലഘട്ടത്തിലുള്ളവർക്കും ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ജാറങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ മുസ്ലിം എന്ന് വിളിക്കാനുള്ള യോഗ്യത എന്തൊക്കെയുണ്ടോ ആ യോഗ്യതകളൊക്കെ എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനം അവരൊന്നാമതായി ഷഹാദത്ത് പറഞ്ഞവരാണ്. അവർ അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്. അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ച് സാക്ഷിത്വം പറഞ്ഞവരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. നൂഹ് നബിന്റെ ഖൗമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ചർച്ച വരുന്നത് തന്നെ മറുപുറം ജാറങ്ങൾ സജീവമായതുകൊണ്ടാണ്. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹും പിന്നെ ജാറും അല്ല സഹോദരന്മാരെ. ആദ്യം ജാറങ്ങളും പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുമാണ്. നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി റസൂലുകൾ വന്നു. അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. ഈ രീതിയിലാണ് നമ്മുടെ പുരോഹിതന്മാര് കാലാകാലമായി നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1200 കൊല്ലത്തോളം കേരളക്കാര് കേൾക്കുന്നതും അതേ വാചകങ്ങളാണ്. റസൂലുകൾ വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കാനല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള സാഹചര്യം അത് മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ഉണ്ടായിട്ടില്ലല്ലോ. അതെന്താ ആരും ചർച്ച ചെയ്യാത്തത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലിയ നബിയാണോ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആവശ്യമില്ലല്ലോ. ലാ ഇലാഹ ആ നെഗേഷൻ സിസ്റ്റം അന്ന് വേണ്ടിയില്ല. കാരണം ലാ എന്ന പ്രയോഗത്തിന് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഉള്ള കാര്യത്തെ ഇല്ല എന്ന് പറയുമ്പോഴല്ലേ ലാ പറയേണ്ടതുള്ളൂ. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, നെഗേഷൻ. അതിന്റെ നെഗറ്റീവ്, അതിന്റെ നിഷേധാത്മക രീതിയാണ് ലാ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ലാ പ്രയോഗമില്ല. കാരണം എന്താണ്? ആ കാലഘട്ടത്തിലുള്ളവർക്ക് ആർക്കും ജാറങ്ങൾ പരിചയമില്ല. ആ കാലഘട്ടത്തിലുള്ളവർക്കൊന്നും ജാറങ്ങൾ പരിചയമില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമോ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഹവ്വയോ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 10-40 മക്കളോ, അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 100 പേരക്കുട്ടികളോ, ഇവരാരും അല്ലാഹു അല്ലാത്ത മഹാന്മാരെ പരിചയമുള്ളവരല്ല. അവരാരും അല്ലാഹു അല്ലാത്ത മഹദിമാരെ പരിചയമുള്ളവരല്ല. ആവശ്യപൂർത്തി അടുക്കളക്കാര്യം വരെ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനം നഷ്ടപ്പെട്ടാൽ വരെ അവർ അല്ലാഹുവിനോടാണ് ചോദിക്കുക. വളരെ കൂളായിട്ട് ഇതാ സഅൽത ഫസ്അലില്ല. മുഹമ്മദ് റസൂൽ പഠിപ്പിച്ച ശൈലി അതാ. ഇതാ സഅൽത ഫസ്അലില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവോട് ദുആ ചെയ്യാന്നല്ല. നിങ്ങൾക്ക് എന്താ ആവശ്യം വരുമ്പോൾ അല്ലാഹുവിനോട് പറയാന്ന് അതിന്റെ അർത്ഥം. ഇതാ സഅൽത, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്അലില്ല. ആരോടാ ഇത് പറയുന്നത്? വയല് പറയല്ലല്ലോ റസൂലായി തങ്ങള്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ അബ്ദുല്ലാനെ മടിയിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അഷ്റഫുൽ ഖൽഖിന്റെ മൂത്താപ്പ അബ്ബാസിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ആകുന്ന പൊന്നുമോൻ ചെറിയ കുട്ടിയാണ്. ഗുലാം. ഗുലാം എന്ന് വിളിക്കണമെങ്കിൽ അതിനൊരു പ്രായം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാലോ, മലയാളികൾക്കും അറിയാലോ. ചെറിയ കുട്ടീനെ കുട്ടി എന്ന് വിളിക്കുന്ന ഒരു പ്രായം. അത് മടിയിലിരുത്തിയിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, യാ ഗുലാം, മോനെ നീ അള്ളാഹുവിനെ പരിഗണിച്ചു കൊള്ളണം. ആരോടാ പറയുന്നത്? നമ്മളിത് മൈക്കം കെട്ടിയിട്ട് വലിയ വലിയ ആൾക്കാരെ വിളിച്ചിരുത്തി വലിയ വലിയ ബുദ്ധിമാന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ബുദ്ധിജീവികളെയും പണ്ഡിതന്മാരെയും മഹാരഥന്മാരെയും എല്ലാരെയും വിളിച്ചിരുത്തിയിട്ട് വേണം പറയല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ. അഷ്റഫുൽ ഖൽഖ് പൊന്നുമോൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ മടിയിലിരുത്തിയിട്ടാ പറയുന്നത് കൂളായിട്ട്, മോനെ ഇഫ്ഫദില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ അള്ളാഹിനെ പരിഗണിച്ചോളണം കേട്ടോ. അള്ളാഹ് നിന്നെയും പരിഗണിക്കും. എന്തൊരു നല്ല ഉപദേശമാണ്. നിങ്ങൾക്ക് എന്തത് മനസ്സിലാകാത്തത്?
നമ്മളിവിടെ വയത് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപയോഗിച്ചത് കൊണ്ടാണ് പ്രസംഗിക്കാനും എഴുതാനും കുത്താനും കോളേജ് നടത്താനും വലിയ വലിയ സംവിധാനം നടത്താനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാവാത്തത്. ഒരു ബിസിനസ് മെറ്റീരിയലാണ് ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സലഫികൾക്കായാലും ഷിയാക്കൾക്കായാലും ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ല, നമ്മൾ അടുക്കളയിൽ സാദാ സീദാ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, ഇഹ്ഫദില്ലാഹ്, വീണ്ടും മോനെ നീ അല്ലാഹനെ പരിഗണിച്ചോളണം, അല്ലാഹനെ പരിഗണിച്ചോളണം. തജിദുഹു തുജാഹക, ഏത് സമയത്തും നിന്റെ മുമ്പിൽ അല്ലാഹ് ഉണ്ടാവും. എന്താ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ തജിദുഹു തുജാഹക. മോനെ ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ഇത് പറയണമെങ്കിൽ അത് മോനെ ഒരു ചെറിയ കുഞ്ഞ് റോട്ടിൽ പുറത്ത് എടാ നോക്കണേ, വല്ല പാമ്പാറ്റുണ്ടോ നോക്കണേ, നമ്മൾ പറയില്ല മക്കളോട്, ചെറിയ മക്കളോട് റോട്ടിൽ ഇറങ്ങുമ്പോ എടാ മോനെ വല്ല ഉറുമ്പറ്റും നോക്കണേ, വണ്ടി വരുന്ന നോക്കണേ. എത്ര സ്നേഹത്തിലാണ് ബാപ്പ അല്ലെങ്കിൽ ഉപ്പൂപ്പ പേരക്കുട്ടികളെ വിളിച്ച് പറയുക. അതേപോലെയാണ് അഷ്റഫുകൾക്ക് പറയുന്നത്. നിങ്ങൾ എന്തിനാ അതിനെ ഗൗരവം കൂട്ടിയിട്ട് കടുപ്പം കൂട്ടി അത് വലിയ റിസർച്ച് സെന്ററിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാക്കി മാറ്റുന്നതിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിനക്ക് എന്ത് വേണമെങ്കിലും ആ സമയത്ത് നിന്റെ അള്ളാഹ് നിനക്ക് തരുമോനെ, നീ അള്ളാഹുവിനെ എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിനക്ക് എന്ത് വേണമെങ്കിലും നീ അള്ളാഹുവോട് ചോദിച്ചോളണം. മക്കളോട് പറയണം. നമ്മള് സ്കൂളിൽ പോകാൻ പുസ്തകമില്ലേ, പേനയില്ലേ, പെൻസിലില്ലേ? ഉപ്പാപ്പാനോടല്ലേ പേരെ കുട്ടികൾ പറയാൻ സാധാരണ, ഉപ്പ പെൻസിലില്ല. എന്നോട് ചോദിച്ചിട്ട് എന്താ മോനെ കാര്യം? അള്ളാഹിനോട് ചോദിക്കും. ആ ചെറിയ കുഞ്ഞു മോന്റെ മനസ്സിലേക്ക് അള്ളാഹ് കടന്നു വരണം ആ പെൻസിലിന്. അതേപോലെ തന്നെ ഭക്ഷണം ഉമ്മ ചോദിക്കണം. ഉമ്മാനോട് വന്നിട്ട് ഉമ്മ വിശക്കുന്നു, ഉമ്മ എന്നോട് വിശപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം മോനെ, എനിക്ക് എന്താ കഴിവാണുള്ളത്? അള്ളാഹ് ചോദിക്കും, മോനെ അവനല്ലേ ഭക്ഷണത്തിന്റെ ആള്, അങ്ങനല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്, നഹ്നു നർസുഖുക, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ലാ നസ്അലുക റിസ്ക, നിങ്ങളോട് ഞാൻ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്നില്ല, ഞാനാണ് നിങ്ങൾക്ക് റിസ്ക് ഞാൻ തരുന്നത്. അതുകൊണ്ട് റിസ്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇത് പറഞ്ഞു കൊടുക്ക മക്കൾക്ക്. ഇത് അഷ്റഫുൽ ഖൽഖ് സ്റ്റേജ് കെട്ടിയിട്ട് വലിയൊരു പ്രസംഗമായിട്ട് വയത് പറയുമ്പോൾ പറഞ്ഞ വാക്കാണെങ്കിൽ നമുക്ക് വലിയൊരു ഒരു ഭയങ്കരമായ ചർച്ച ചെയ്ത് തൗജീഹ് ചെയ്ത് ആ ഉലമാക്കൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ, ഷെയ്ഖന്മാർ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, സൗദി ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ, ലബനാൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ, യമനി ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ, ഇതൊന്നും ആവശ്യമില്ലല്ലോ. തൗഹീദിന്റെ വിഷയത്തില് അങ്ങനത്തെ ഒരു ഷെയ്ഖും പറയണമെന്നില്ല. അള്ളാഹ് മാത്രമാണെന്ന് പറയാൻ ഷെയ്ഖ് പറയണോ? അള്ളാഹു മാത്രമാണ് എന്ന് പറയാൻ ഷെയ്ഖിന്റെ സപ്പോർട്ട് വേണോ? അതെല്ലാം ശൈത്താൻ വലിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ശിർക്കിലേക്ക് എത്തിക്കാൻ, മുവഹ്ഹിദുകളെ ശിർക്കിലെത്തിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ മോനോട് പറഞ്ഞു, എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് സഹായം ചോദിക്കോ മോനെ, എന്ത് സഹായമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ ഒന്നിച്ച് നമ്മളോട് കൂട്ടി പറയുമായിരുന്നു, നമ്മളോട് ഉപദേശിക്കുമായിരുന്നു. ആ ഹദീസ് പറഞ്ഞു തരുമ്പോ ബാക്കി പറയുമായിരുന്നു, ഇദാ അസ്ബഹത ഫലാ തന്തദിരി സബാഹ്, നേരം വൈകുന്നേരമായാൽ നേരം വെളുക്കൂന്ന് നീ വിചാരിക്കണ്ട കേട്ടോ. നേരം വെളുത്താൽ വൈകുന്നേരമാകുന്നുള്ള പ്രതീക്ഷ വേണ്ട കേട്ടോ. ഏത് സമയത്തും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരുക്കം നിനക്ക് ഉണ്ടാവണം കേട്ടോ. എന്തൊരു നല്ല ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾക്ക് ശീലിപ്പിച്ചത് ആ ശീലമാണ്. ഹവ്വയാവട്ടെ, 40 മക്കളാവട്ടെ, പേരക്കുട്ടികളാവട്ടെ, അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്ത ഒരാളെ അവർക്ക് പരിചയമില്ല, അങ്ങനത്തെ ചർച്ചയെ വരുന്നില്ല. ഒരു തലമുറ കഴിഞ്ഞു, 2 തലമുറ കഴിഞ്ഞു, 3 തലമുറ കഴിഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയില്ല. 4 തലമുറ, 5-ാം തലമുറ, 6, 7, 8, 9, 10. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 10 തലമുറക്ക് ഇതൊന്നും പരിചയമില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ചർച്ച ഈ 10 തലമുറകൾക്കും ഉണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ എല്ലാം ആദമിന്റെ വീട്ടിലൂടെ കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. ആകാശ ലോകത്ത് നിന്ന് മലക്കൾ ചെല്ലുന്ന കേട്ട് പഠിച്ചതാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. വേറെ തസ്ബീഹും ദിക്റൊന്നും അതിന്റെ ബിക്ക് പരിചയമില്ല. ദുആ മാത്രമേ അതിന്റെ ബിക്ക് പരിചയമുള്ളൂ അല്ലാഹുവിനോടുള്ള. അത് കഴിഞ്ഞ് 11ാമത്തെ തലമുറ, അപ്പോഴൊക്കെ ആരൊക്കെ വന്നുപോയി? ആദം അലൈഹിസ്സലാത്തു വസ്സലാം പോയി. അത് കഴിഞ്ഞിട്ട് ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ച് മരിച്ചുപോയി. ഇദ്രീസ് നബി ജീവിച്ച് മരിച്ചുപോയി. ഈ കാലഘട്ടത്തിൽ ഒന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയില്ല കൂട്ടരെ, ലാ റബ്ബ ഇല്ലല്ലാഹേ ചർച്ചയുള്ളൂ.
റുബൂബിയത്ത് അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്ന ആളെ പറ്റി മാത്രമേ ചർച്ചയുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന ആളെ പറ്റി ചർച്ചയില്ല. അത് അല്ലാഹ് തന്നെ ഓൾറെഡി ആ രീതിക്ക് ശീലിച്ചൊരു സമൂഹത്തോട് പോയിട്ട് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? അങ്ങനെയാണ് അവര് ശീലിച്ചത്. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇത് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും തെളിവുകളാണ്. എന്നിട്ട് നമ്മൾ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി കാടുകയറ്റുന്നതിനാ തൗഹീദി പ്രബോധക മേഖല. എന്തിനാണ് നമ്മൾ കാടുകയറ്റി മനുഷ്യന്റെ മനസ്സിൽ ഇസ്കാലുകളും വിസ്കംസും ഉണ്ടാക്കി തീർക്കുന്നത്? ബഹുമാനപ്പെട്ട ശീസ് അലൈഹിസ്സലാത്തു ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞപ്പോൾ തൽക്കാലം നുബുവത്തിന്റെ തസ്തിക നിർത്തിവെച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് ഉലമാക്കൾ ഉത്തരവാദിത്തത്തിൽ തർബിയത്ത് കൊടുത്തു. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. റുബൂബിയത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള തർബിയത്തിനുള്ളതാണ് നുബുവത്ത്. അള്ളാഹുവിന്റെ റുബൂബിയത്ത് പറയാനും അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയാനും അള്ളാഹുവിന്റെ മനാക്കിബുകൾ പറയാനും അള്ളാഹിന്റെ പോരിശ പറയാനും അള്ളാഹിന്റെ കറാമത്ത് പറയാനും അന്ന് അമ്പിയാ മുസ്ലിങ്ങളെ കൊണ്ട് അള്ളാഹ് എന്താണോ ചെയ്യിപ്പിച്ചത് അതാണ് ശൈത്താൻ ഇപ്പോഴത്തെ പുരോഹിതന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഔലിയാക്കന്മാരെ മഹത്വം, ഔലിയാക്കന്മാരെ കറാമത്ത്, ഔലിയാക്കന്മാരെ ദർജ, ഔലിയാക്കന്മാരെ പോരിശ. അന്ന് അള്ളാഹിന്റെ കറാമത്ത്, അള്ളാഹിന്റെ പോരിശ, അള്ളാഹിന്റെ മഹത്വം, അന്ന് അതാണ് ചർച്ച. അതല്ലാതെ വെറുതെ കേട്ട് ശീലമില്ല. ഒരു മലക്കിനെ അവർക്ക് പരിചയമില്ല, ഒരു ശൈഖിനെ, ഒരു വലിയനെ അവർക്ക് പരിചയമില്ല. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല ഇറാഖിലെ കുറെ ഉലമാക്കളെ, ഇദ്രീസ് നബിയുടെ ഗുരുകുലത്തിൽ നിന്ന് ഇൽമു നേടിയ കുറെ പണ്ഡിതന്മാരായ ഉലമാക്കളായ ശൈഖന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത് അവരുടെ ഇൽമ് ഈ സമൂഹത്തിന് അല്ലാഹുവിനെ പറ്റിയുള്ള ഇൽമു പറഞ്ഞു കൊടുക്കാനാണ്. അവരെ പറ്റിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹൗലായി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് എന്ന്. സാലിഹീങ്ങളായ സച്ചരിതരായ 4-5 ആൾക്കാരെ പേരാണ് ഈ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ പേരായ 5 ആള്: വദ്, സുവാഅ്, യഊഖ്, യഗൂസ്, നസ്ർ. ഈ 5 ആള് ആലിമീങ്ങളായിരുന്നെന്നും അവർ ശൈഖന്മാരായിരുന്നെന്നും അവർ ഇദ്രീസ് നബിയുടെ ഗുരുകുലത്തിൽ നിന്ന് കിതാബോധി പഠിച്ച പണ്ഡിതന്മാരായിരുന്നു എന്നും അവരൊക്കെ ഇറാഖിലെ അന്നത്തെ ഖാദിമാരും മുദരിസുമാരും ഇമാമിങ്ങളുമായിരുന്നു എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായ വിവരങ്ങളല്ലേ. അവരോരോരുത്തരും മരിച്ചു. ഇറാഖിലെ ഖബർസ്ഥാനിൽ കബറടക്കാൻ തുടങ്ങി. ആ 5 പേരുടെയും മരണത്തിന് ശേഷം സാധാരണക്കാര് പണ്ഡിതന്മാരില്ലാതെ ഇങ്ങനെ വിഷമിക്കുകയാണ്, തർബിയത്തില്ലാതെ വിഷമിക്കുകയാണ്. ആ സമയത്താണ് ശൈത്താൻ ഈ മരിച്ചുപോയ 5 മഹാന്മാരുടെ മഹത്വങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിൽ ഇട്ടുകൊടുത്തിട്ട് ഇലാഹ ഹദ്റത്തിന്റെ സംവിധാനം ഒരുക്കുന്നത്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച വന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയുടെ ആവശ്യമില്ല. ആരും മറ്റിടത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല. ഔലിയാക്കന്മാരത്തേക്കോ ജാറത്തിലേക്കോ മക്കാമിലേക്കോ പോകാൻ തുടങ്ങിയിട്ടില്ല. ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യലാണ്. അത് കഴിഞ്ഞ് ഇവരെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് 11ാമത്തെ തലമുറയിൽ ശൈത്താൻ ഉപദേശിച്ചതനുസരിച്ച് ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ നിങ്ങൾക്ക് ജീവിക്കാൻ നല്ല വഴിയാണ്, ഈ ജാറത്തിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങും. ആൾക്കാർ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും. നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരൂല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരൂല. ജനങ്ങളൊക്കെ നിങ്ങളെ പിറകെ കൂടും. നിങ്ങളൊന്ന് നേതൃത്വം കൊടുത്താൽ മതി. ഒരു സന്യാസിയുടെ ജോലി നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ അന്തസ്സും എല്ലാ അന്തസ്സും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് വീണത്. അങ്ങനെ പണ്ഡിതന്മാർ ഇവര് ഈ 5 മരിച്ചുപോയ ആൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. ആദ്യം എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ആദ്യം അവർ ചെയ്തത് മരത്തിന്റെ കുറ്റി, 5 മരത്തിന്റെ കുറ്റി ഉണ്ടാക്കിയത്. ശൈത്താൻ അവരോട് പറഞ്ഞു കൊടുത്ത രീതി അതാണ്. ജാറം പിറ്റേന്ന് തന്നെ ജാറം കെട്ടലല്ല, പിന്നെ പിറ്റേന്ന് തന്നെ ജാറമായി, ഇലാഹദ്റത്തായി, ചോറ് കുഴമ്പലായി, ബിരിയാണി വെക്കലായി, ദിക്റൽക്കായി, സലാത്തുകൾക്കായി. എന്ന് വെച്ചാൽ എന്റെ അർത്ഥം കെട്ടുകെട്ടി ആദം അലൈഹിസ്സലാത്തു നൂഹ് നബിയുടെ കാലം മുതൽ ഈ 2025 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഇന്നത്തെ കാലഘട്ടം പോലെ ഇത്ര കടുകെട്ടിയുള്ള ശിർക്ക് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഫിറഔന്റെ കാലത്തുണ്ടായിട്ടില്ല, നമ്രൂദിന്റെ കാലത്തുണ്ടായിട്ടില്ല, ആദിന്റെയും ഇറമിന്റെയും കാലത്തുണ്ടായിട്ടില്ല. ഇത്ര കടുകെട്ടിയുള്ള ശിർക്ക് വളരെ സാവധാനത്തിലാണ് ഔലിയാക്കളിലേക്ക് അവർ ജനങ്ങളെ ചെന്നെത്തിച്ചത്. ഇതെല്ലാം ഹദീസും ഖുർആനും വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന വിഷയമല്ലേ. അവര് സാവധാനത്തിന് എന്താ ചെയ്തത്? അവര് 4 കല്ല്, ഒരു വെച്ചാൽ മരത്തിന്റെ കമ്പ് കൊത്തിക്കൊണ്ടുവന്നിട്ട് മീസാൻ കല്ലിന്റെ ഭാഗത്ത് കുത്തിയിടാൻ 100 കണക്കിന് കബറുകളെ കൂട്ടത്തിന് ഈ കബറ് മാത്രം ഒരു പ്രത്യേകമായിട്ട് കാണുമ്പോൾ സാധാരണക്കാരൻ അങ്ങോട്ട് അടുക്കാൻ തുടങ്ങും. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലൊന്നും ആളും പോകണമെന്നില്ല, പുറത്തെന്തെങ്കിലും ഒരു പോളിഷ് ഉണ്ടായാൽ മതി. പുറത്തൊരു പച്ച തുണിയെല്ലാം കത്തിച്ച് ചന്ദനത്തിരയിൽ ഏതെങ്കിലും പിരാന്തം കൊണ്ടത് കത്തിച്ച പിറ്റേന്ന് മുതൽ അത് ഇലാഹ ഹദ്റത്തിന്റെ ജാതായി. ഇനി ഇലാഹ ഹദ്റത്തിൽ പാർസലാക്കാൻ ഇതിന്റെ ഉള്ളിലാരും വേണ്ടേ? ഒന്നും ഉണ്ടാവില്ല.
കളിച്ചു നോക്കിയാൽ എല്ലാം ഉണ്ടാവില്ല, ഒട്ടും ഉണ്ടാവില്ല. ഞാൻ സ്ഥലത്തിന്റെ പേര് പറയാൻ എനിക്ക് വിഷമമുണ്ട്. നമ്മളെ ഈ കാസർഗോഡ് കണ്ണൂർ റൂട്ടിൽ തന്നെ കളിച്ചു നോക്കിയിട്ട് ഒരു സാധനവും കാണാത്തന്നെ വലിയ ഹൈവേ വന്ന സന്ദർഭത്തില് എന്തോ ഭയങ്കരമായ ഒരു എഞ്ചിൻ കൊണ്ടുവന്ന് 4 പോലത്തെ ആഴത്തിൽ കീറി ആ മണ്ണ് അങ്ങനെ തന്നെ അടർത്തിയെടുത്തിട്ട് വേറെ അടുത്തിൽ കൊണ്ടുപോയി വെച്ചു. കാരണം ലക്ഷങ്ങൾ പിരിയുന്ന ജാറമാണത്. പൊളിച്ചതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, സാധാരണക്കാരൻ കാണും. അതിനുവേണ്ടി പട്ടാപ്പാതിരൊക്കെ മറ്റേ യന്ത്രം കൊണ്ടുവന്നിട്ടാണ് വെച്ചിട്ട് ഈ ഹൈവേക്ക് വേണ്ടിയിട്ട് മാറ്റി കൊടുത്തത് ആ ജാറത്തെ. ഇതാണ് കൗമെന്ന് മനസ്സിലാക്കണം. ഞാൻ വളരെ കൃത്യമായി എന്റെ സ്നേഹമുള്ള കേരളത്തിലെ ഷീഈ സഹോദരന്മാരോട് പറയട്ടെ, സാധാരണക്കാരോട്, നിങ്ങളെ കുറ്റക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങളെ മനസ്സ് ബലഹീനമാണ്. നിങ്ങൾ അന്ധമായി അള്ളാഹിനെ അള്ളാഹിന്റെ റസൂലിനെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹം നിങ്ങളെ മനസ്സിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെ അനധികൃതമായി ഉപയോഗപ്പെടുത്താൻ ഈ പുരോഹിതന്മാര് ചെയ്തു കൂട്ടുന്ന തോന്നിയവാസങ്ങളുടെ ക്ലൈമാക്സിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ അവരുടെ കാര്യത്തിൽ വഞ്ചിതരാവരുത്. അവർക്ക് ആവശ്യം നിങ്ങളെ സമ്പത്താണ്, അവർക്ക് ആവശ്യം നിങ്ങളെ ഭൂരിപക്ഷമാണ്. സെൽഫികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു വിഷയമല്ല. ആകെ 1-2% കേരളത്തിലെ സെൽഫികളുള്ളത്. അവര് 10, 18, 100 ഗ്രൂപ്പായാലും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ആകെ 2% ഗ്രൂപ്പായിട്ട് ഇവിടെ എന്ത് സംഭവിക്കാനാ? മറിച്ച് 98% നിങ്ങളാണ്, ഈ ജാറത്തിന്റെ ആൾക്കാരായ നിങ്ങൾ, ഈ ബിരിയാണിന്റെയും ഈ നെയ്ച്ചോറിന്റെയും കുത്തുബിയത്തിന്റെ ആൾക്കാരായ നിങ്ങളാണ് ഇവിടുത്തെ 98%. ഈ 98%-ത്തിൽ ഏറി വന്നാൽ 2-3% പണ്ഡിതന്മാർ. ബാക്കിയുള്ള ആണും പെണ്ണും സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരെ പറ്റിച്ച് ജീവിക്കുകയാണ് ഈ പുരോഹിതവർഗം കോടികൾ ഉണ്ടാക്കിയിട്ട്. നിങ്ങൾക്കറിയാലോ എത്ര ദുആ സദസ്സുകളാണ്, ഓൺലൈൻ സദസ്സുകൾ, ഓൺലൈൻ ദിക്ർ, ഓൺലൈൻ സലാത്ത്. എന്നിട്ട് ഈ സലാത്ത് പിന്നെ പഞ്ചായത്ത് തലത്തിൽ 1000 സലാത്ത്, താലൂക്ക് തലത്തിൽ 10,000 സലാത്ത്, ജില്ലാ തലത്തിൽ 1,00,000 സലാത്ത്, സ്റ്റേറ്റ് തലത്തിൽ 100 ലക്ഷം, 1 കോടി. എന്നിട്ട് സ്റ്റേറ്റ് തലത്തിൽ ഈ 1 കോടിയെ അഷ്റഫുൽ ഖൽക്കിന്റെ ഖബറിലേക്ക് പാർസലാക്കാൻ വേണ്ടിയിട്ട് ഇത് പഞ്ചായത്ത് തലം മുതൽ ജില്ലക്ക് സ്റ്റേറ്റ് തലം വരെയുള്ളതെല്ലാം ഒരു ഫിറൗൻ, ഏറ്റവും വലിയൊരു ഫിറൗന്റെ അടുത്തേക്ക് മെസ്സേജ് ചെയ്യണം. ആ ഫിറൗൻ ഒരു ദിവസം പട്ടാപ്പാതിരാക്ക് ഹാലിളകി സലാത്ത് അൽക്കിയിലും ബിരിയാണിയിലും ഹാലിളകി അഷ്റഫുൽ ഖൽക്കിന് ഇത് പാർസലാക്കണം. എന്നിട്ട് ഉടൻ തന്നെ നേരം വിളിക്കുമ്പോഴൊക്കെ മെസ്സേജ് വരും, നിങ്ങളെ സലാത്തെല്ലാം അഷ്റഫുൽ ഖൽക്കിന് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അവിടെ അഷ്റഫുൽ ഖൽക്ക് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അൽ-ഫാത്തിഹ. പൈസക്ക് വല്ല ക്ഷാമമുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ടോ കാശുണ്ടാക്കാൻ? കാരണം ഈ സമൂഹം അത്ര അഷ്റഫുൽ ഖൽക്കിനോടുള്ള ഉറപ്പ് അത്രയാണ്. നമ്മളത് നിഷേധിക്കുന്നില്ല ഒരിക്കലും. ഈ ഷീഈ വിഭാഗത്തിന്റെ മനസ്സിലുള്ള, സാധാരണക്കാരായ ഷീഈ വിഭാഗത്തിന്റെ മനസ്സിലുള്ള അഷ്റഫുൽ ഖൽക്കിനോടുള്ള സ്നേഹം, ആ മഹബത്ത് നമ്മൾ പലകുരു കണ്ടതാണ്. ആ മഹബത്തിനെ ഈ പുരോഹിത വർഗം ഉപയോഗപ്പെടുത്തുന്ന രീതി കണ്ടാൽ തന്നെ അതറിയാം. 90 വയസ്സുള്ള കളവന്മാര് വരെയാണ് റംലാബീഗത്തിന്റെ പാട്ടും പാടിയിട്ട് എന്ന് ജാഥ നടത്തിയിരിക്കുന്നത്. അവർ പാടുന്ന റംലാബീഗത്തിന്റെ പാട്ട്, നബിതങ്ങളെ പറ്റി റംലാബീഗം പാടിയത്, നബിതങ്ങളെ പറ്റി പിന്നെ ഇയാള് പാടിയത്, മുഹമ്മദ് റാഫി പാടിയത്. അത് എത്രത്തോളം പാടിയെന്ന് വെച്ചാല് ഏതോ ഒരു മദ്ഹ് ഗാനം ഈ പിന്നെ മുഹമ്മദ് റാഫിയോടൊപ്പം ലതാ മങ്കേഷ്കർ പാടിയ പാട്ട്, അതുവരെയാണ് ഈ ഭയങ്കരമായ ഈണത്തോടെ ശൈത്താന്റെ മ്യൂസിക്കോടെ. അവിടെ മ്യൂസിക് പ്രശ്നമല്ല, അവിടെ ഹാർമോണിയം വിഷയമല്ല, അവിടെ ഒന്നും വിഷയമല്ല. ആടി പാടി തുള്ളി 10-70 വയസ്സുള്ള കളവന്മാർ വരെ നടു റോട്ടിന് വെയിലും കൊണ്ടിട്ട് മറ്റേ കത്തായം കുട്ടിക്കൊണ്ട് ഓടുന്ന കണ്ട ആ മഹബത്തിന്, മഹബത്താണത്. അവരെ നമുക്ക് തള്ളിപ്പതിട്ട് കാര്യമില്ല. മഹബത്ത് വന്നാൽ അങ്ങനെയാ, സ്നേഹം വന്നാൽ അങ്ങനെയാണ് കൂട്ടരെ. ഇവിടെ പിന്നെ റേഡിയോയിൽ വാർത്ത വായിക്കുന്ന ആള് മരിച്ചപ്പം തമിഴ്നാട്ടിൽ നിന്ന് 1000-കണക്കിന് ആൾ ആത്മഹത്യ ചെയ്തു. കാരണം അവർക്ക് അത്ര ഇഷ്ടമാണ് ആ വാർത്ത വായിക്കുന്ന ആള്. റേഡിയോയില് ടിവിയിൽ വാർത്ത വായിക്കുന്ന ഒരു പെണ്ണ്, അവള് മരിച്ചെന്ന് കേട്ടപ്പോൾ കുറെ എണ്ണം അങ്ങനെ കത്തു. കാരണം ഇഷ്ടപ്പെട്ടവള് വരും. എങ്കിൽ പിന്നെ ആത്മീയ ബന്ധത്തിലൂടെ, ഇതൊന്നും ആത്മീയ ബന്ധമല്ല, അതൊക്കെ വെറും സാങ്കേതിക ബന്ധം മാത്രമാണ്. ആത്മീയ ബന്ധത്തിലൂടെ അഷ്റഫുൽ ഖൽക്കിന്റെ മഹബത്ത് വെച്ച് കളിച്ചാൽ എന്താ ഇവിടെ സംഭവിക്കാന്ന് ആർക്കാ അറിയാത്തത്? അതാണ് ഇവിടെ സംഭവിച്ചത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച അതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്ന സന്ദർഭത്തിൽ അവരെല്ലാരും നിസ്കരിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഇപ്പോൾ അവർ നിസ്കരിക്കലുമില്ല, യാഥാർത്ഥ്യത്തിന് നിസ്കാരമില്ല. അന്ന് ശനിയാഴ്ച രാവിലെ 3 മണി മുതൽ 11:30 മണി മുതൽ 3 മണി വരെ കോട്ടിക്കുളം മുതൽ കാഞ്ഞങ്ങാട് വരെ കുടുങ്ങിക്കിടന്ന ഒരുത്തരാണ് ഞാൻ യാത്രയിൽ. ഈ ഭ്രാന്തന്മാരുടെ ഭ്രാന്തിന്റെ ഇടയിൽ
അങ്ങനെ നിബിധങ്ങളെ ചീത്ത പറയുന്നു പോലീസ് സാറന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ള അപേക്ഷ, ഇത് ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും അല്ല സാറേ. ഒരു പോലീസുകാരൻ കാറിന് നമ്മളാണ് നിർത്തേണ്ടി വന്നു. അവിടുന്ന് പിന്നെ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാറ് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഗ്ലാസ് നോക്കിയിട്ട് റൂട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ഗ്ലാസ് താർത്തത്. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് നിങ്ങളെ പ്രവാചകന്റെ ജാഥയല്ലേ. ആ പോലീസുകാരോട് 2 വാക്ക് പറയുമ്പോൾ അയാൾ വേറെ ലൈനിൽ പോയി പറയാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ എല്ലാ കേരളത്തിലെ മുഴുവൻ പോലീസുകാരോടും ഞങ്ങൾക്കുള്ള അപേക്ഷ, ഇത് ഇസ്ലാമിൻ്റെതോ മുസ്ലിമിൻ്റെതോ അല്ല സാറന്മാരെ. നിങ്ങൾ അഷ്റഫുൽ ഖൽക്കിനെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ മുസ്ലിമിനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ജൂത നിർമ്മിതിയായ ഷീഈ മതക്കാരുടെ പ്രോഗ്രാമുകളാണ്. അവരുടെ ആവേശവും വികാരവുമാണ് അവരെ കാണുന്നത്. അതിന് ദീനും ഇസ്ലാമും ഖുർആനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് കേരളത്തിലെ പോലീസുകാരോട് നമ്മൾ അപേക്ഷയാണ്. കാരണം അവർക്ക് അതൊന്നും അറിയേണ്ടതില്ല. അവർക്ക് ഇസ്ലാമിന്റെ പേരിൽ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ കേൾക്കുന്ന പാട്ട് മുഴുവൻ റസൂലുള്ളാഹിന്റെ പേരിലുള്ള പാട്ടാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ അതേ അവസരമാണ് അന്നുണ്ടായത്, അതേ സംഭവമാണ് അന്നുണ്ടായത്. അവരോടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇല്ല, നിങ്ങൾക്ക് കെട്ടുകെട്ടുത്ത മുന്നറിയിപ്പ് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ജാറങ്ങളുടെ പേരിൽ കാണിക്കുന്ന, മരിച്ചുപോയവരുടെ പേരിൽ കാണിക്കുന്ന, ഈ വദ് സുവാ യൗക്ക് യൗസിന്റെ പേരിൽ കാണിക്കുന്ന തോന്നിയവാസം നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടി അല്ലാഹ് അയച്ചതാണ് എന്നെ. എന്തായിരുന്നു പറഞ്ഞത്? ജാറത്തിന്റെ ആൾക്കാര്, ഉലമാക്കള് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് വലിയ സമ്മേളനം നടത്തി. ഈ പറഞ്ഞ പോലെ 1% ഇല്ല, ആകെ 950 കൊല്ലം മെനക്കെട്ടിട്ട് 72 പേരെയാണ് കിട്ടിയത്. അപ്പൊ നേരത്തെ എത്ര പേരാ ഉണ്ടാകാന്ന് നിങ്ങൾ ചിന്തിക്കാവുന്നതാണ്. സ്വന്തം ഭാര്യ പോലും എതിരാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദിന്, മകനെതിര് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദിന്. അന്ന് പണ്ഡിതന്മാര്, ശൈഖന്മാര് അനുയായികളെ വിളിച്ച് സ്റ്റേറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടി. അത് വിശദീകരണ സമ്മേളനം. ആ സമ്മേളനത്തിൽ അവർ നടത്തിയ പ്രസംഗം അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ സൂറത്തു നൂഹിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ ആ ശൈഖന്മാർ നടത്തിയ പ്രസംഗം എന്താണ്? ലാ തദറുന്ന ആലിഹത്തക്കും. നൂഹ് എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ, ഒരു മായാജാലക്കാരൻ, വട്ടൻ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പിച്ചും പേയും പറഞ്ഞു നടക്കുന്നുണ്ട്. നമ്മൾ കാലാകാലമായി മരിച്ചുപോയ നമ്മളെ ഉപ്പാപ്പമാര്, മരിച്ചുപോയ മഹാന്മാരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് വല്ലതും കിട്ടാൻ വലിയ വലിയ മഹാന്മാരെ നമ്മൾ ഇടയാളുകളാക്കണം. ഇപ്പൊ ഇതാ നൂഹ് വന്നിട്ട് പറയുന്നു അങ്ങനത്തെ ഒരു പരിപാടി നടക്കൂല. ഇടയാളുകൾ എന്ന പരിപാടി അള്ളാഹു താലാക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഹിദും വഹീദുമാണ്. അള്ളാഹു അത്ര കൃത്യമാണ്. അള്ളാഹുവിന്റെ വഹദാനിയത്ത് എല്ലാ വിഷയത്തിലും, അള്ളാഹുവിന്റെ ദാത്തിൽ അവൻ വഹദാനിയത്തുള്ളവനാണ്. അതേപോലെ തന്നെ സിഫാത്തിൽ അള്ളാഹു റുബൂബിയത്തിൽ വഹദാനിയത്തുള്ളവനാണ്, ഉലൂഹിയത്തിൽ വഹദാനിയത്തുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ചേ പറ്റൂ. അള്ളാന്റെ നിർദ്ദേശമുണ്ട്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചരിത്രത്തിൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പരസ്യമായി ചൊല്ലിയത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇതാരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഫാഅത്തുൽ കുബ്ര, ശഫാഅത്തുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഹദീസുണ്ട്. നാളെ ആഖിറത്തിൽ ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ളവരെ ജനങ്ങളെ മുഴുവനും ചെന്ന് കണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാൻ ഒന്ന് അള്ളാഹിനോട് ദുആ ചെയ്യ് എന്ന പരാതി, ഓരോരുത്തരോടും പരാതി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പഴം പറിച്ചത് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. നിങ്ങളൊരു കാര്യം ചെയ്യ്, നൂഹിന്റെ അടുത്ത് പോ. നൂഹ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയുമോ? ഭൂമിയിൽ ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ് നൂഹ്. അഷ്റഫുൽ ഖൽഖ് പറയുന്നത് അന്ന് നൂഹ് നബിന്റെ പോരിശയിൽ ഒരു പോരിശ അതാണ്. ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആള്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹ് അല്ലാത്ത ആൾ ആരും പറ്റൂല. ഇതുവരെ അല്ലാഹു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ. നെഗേഷന്റെ വാക്കൊന്നും ഉപയോഗിക്കാനേ തുടങ്ങിയിട്ടില്ല. എല്ലാം സ്ഥിരപ്പെടുത്തുന്ന സ്ഥിരീകരണത്തിന്റെ വാക്കുകളാണ്. അല്ലാഹ് ആകാശത്തിന്റെ മാലിക്കാണ്, അല്ലാഹ് ഭൂമിയുടെ മാലിക്കാണ്, എല്ലാം ആണ് 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 ആണ്. അല്ല എന്ന പ്രയോഗമേ അന്നില്ല. ഇപ്പോഴാണ് അല്ല എന്നുള്ള പ്രയോഗം വന്നത്. ലാ ഇലാഹ, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും അല്ലാഹ് ഒന്നിച്ചു പറ്റൂല, ഇല്ലല്ലാഹ്. അപ്പോഴാണ് ഇല്ല വന്നത്. ഇല്ല സ്ഥിരീകരണത്തിന്റെ വാക്കാണ്, ലാ നിരാകരണത്തിന്റെ വാക്കാണ്. അപ്പൊ ആദ്യം നിരാകരണം നിർബന്ധമാണ്, എന്നാലേ ഷഹാദ സഹിയാവുള്ളൂ. ഒരാൾ മുസ്ലിം ആകാൻ വന്നു, ഏതെങ്കിലും ഒരു ശീഈ മതക്കാരൻ, അല്ലെങ്കിൽ ഒരു ഹിന്ദു മതക്കാരൻ, അല്ലെങ്കിൽ ഒരു ക്രിസ്തു മതക്കാരൻ, ഇവരെല്ലാം മതക്കാരാ. ഇവർക്കൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നതിന് മുമ്പ് വരാൻ അനുവാദമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്, അഷ്റഫുൽ ഉമ്മത്തിനുള്ളൊരു പ്രത്യേകതയാണ്. ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പ്, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നതിന് മുമ്പ് ഇവർക്കൊക്കെ തിരിച്ചിങ്ങോട്ട് വരാം, ലാ ഇലാഹയിലേക്ക് വരാം.
ലാ ഇലാഹയിലേക്ക് വരാൻ തിരിച്ച്. ആ സൗഭാഗ്യം ഈ ഉമ്മത്തിനുള്ള പ്രത്യേക സൗഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇങ്ങനെയല്ലേ. ഇപ്പോഴാണ് ലാ തുടങ്ങിയത്. ആദ്യം ലാ ഇല്ല ഇല്ല, അത് സ്ഥിരീകരിക്കണം. അപ്പൊ പുതിയായിട്ട് ഒരാൾ മുസ്ലിം ഇസ്ലാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹു ഉണ്ട്, അള്ളാഹു ആകാശത്തിന്റെ റബ്ബാണ്, അള്ളാഹു ഭൂമിയുടെ റബ്ബാണ്, അള്ളാഹു മാലിക്കാണ്, അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു റാസിഖാണ്, ഇത് ഞാൻ അംഗീകരിക്കുന്നു. അശ്ഹദു വല്ലാഹി അവൻ മുസ്ലിം ആവൂല, അവൻ ഇസ്ലാമിയത്ത് സഹിയാവൂല. ഷഹാദത്ത് സഹിയാകണമെങ്കിൽ ആദ്യം ലാ സ്ഥിരീകരിക്കണം. ആദ്യം നീ സമ്മതിക്കേണ്ടത് ഇല്ലയല്ല ലായാണ്. അള്ളാനെ എല്ലാം നീ സമ്മതിക്കേണ്ടത്, അള്ള അല്ലാത്തതിനെയാണ് നീ സമ്മതിക്കേണ്ടത്. എന്താണ് സമ്മതിക്കേണ്ടത്? അങ്ങനത്തൊരു പരിപാടി ഇല്ല എന്ന് സമ്മതിക്കണം. ഇപ്പൊ ലാ ഇലാഹ. എന്നിട്ട് നിന്നോട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നു, പിന്നെ ആരാ ഉള്ളത്? ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം. ഇതാണ് കലിമത്ത് ഷഹാദത്ത്. ഇത് ഷഹാദത്തിന്റെ കലിമയാക്കി അല്ലാഹു തആല തീരുമാനിച്ചു നൂഹ് നബിയുടെ കാലം മുതൽ. പിന്നെ വരുന്ന 300 ചില്ലാൻ മുർസലീങ്ങളുടെ ജോലി ഇതാണ്. ഓരോ മുർസലീങ്ങൾ വരുമ്പോഴും മുമ്പത്തെ റസൂല് വന്നപ്പോൾ അവർ തൗഹീദിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, അതിനൊരു അടിസ്ഥാനം ഉണ്ടാക്കിയിട്ടാണ് വഫാത്തായി പോകുന്നത്. വളരെ ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും ആ പ്രവാചകൻ മരിക്കലോടുകൂടി ആ ന്യൂനപക്ഷത്തിലാണ് പിന്നെ ജാറങ്ങൾ വരുന്നത്. ആ ന്യൂനപക്ഷത്തിലാണ്. അവരെ തിരുത്താനാണ് പിന്നെ റസൂല് വരുന്നത്. പിന്നെയും വരുന്നത് ആ ന്യൂനപക്ഷത്തിലാണ്. എന്നല്ലാതെ വേറെ ഒരു പ്രത്യേക മതത്തിലേക്ക്, ആ മതം അംഗീകരിച്ചിരിക്കുന്ന ദേവീ ദേവന്മാരെ വെച്ചുകൊണ്ട് ഒരു പ്രവാചകനും തൗഹീദിന്റെ പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല ചരിത്രത്തില്. ഇവിടെ പണ്ഡിതന്മാർ അത് പ്രസംഗിച്ചത് എന്താണ്? ഉലമാക്കള്, അവരെ ശൈഖന്മാര് ഈ 98% വരുന്ന ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് സമ്മേളനത്തിൽ എന്താ പ്രസംഗിച്ചത്? ലാ തദറുന്ന ആലിഹത്തക്കും, അള്ളാഹുവിനെ കൂടാതെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇടയാളാക്കി ഇലാഹ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാന്മാരെ ഒന്നും നിങ്ങൾ കൈവിടണ്ട. ലാ തദറുന്ന, തീർച്ചയായും നിങ്ങൾ കൈവിട്ടേക്കരുത്. ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുകളെ, ഇടയാളുകളെ, വസായിത്തുകളെ. നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ സുഫാക്കൾ ശുപാർശ പറയാനോ അല്ലെങ്കിൽ അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിക്കാനോ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നവരെ ആരെയും നിങ്ങൾ കൈവിട്ടേക്കണ്ട. നൂഹ് പല വട്ടും പല പിരാന്തും പറയും, അത് പിന്നെ സൂക്കേടാണ്, അത് തീർന്നോളൂ. കാണുന്നില്ല, ആകെ ആരാ ഉള്ളത്? നൂഹിന്റെ ഒന്നിച്ച് കുറച്ച് പാവപ്പെട്ട സാധാരണക്കാരനുണ്ട് നൂഹിന്റെ ഒന്നിച്ച്. ബാക്കിയുള്ളവരെല്ലാം ഈ ഉസ്താദ്മാരെ കീഴിലല്ലേ ഉള്ളത്. ഇറാഖിലെ പണക്കാര്, വലിയ വലിയ പുരോഹിതന്മാര്, വലിയ വലിയ ഉസ്താദുമാര്, വലിയ വലിയ മുദരിസുമാര്, വലിയ വലിയ ശൈഖന്മാര്, ഖാദിമാര്, ഇതെല്ലാം ആരൊന്നിച്ചാ ഉള്ളത്? ഇവിടുത്തെ ഉസ്താദുമാരൊന്നിച്ചല്ലേ ഉള്ളത്. അതേസമയം നൂഹിന്റെ ഒന്നിച്ച് ആരാ ഉള്ളത്? ഇവിടുത്തെ സാധാരണക്കാരായ കുറച്ച് ആൾക്കാരല്ലേ നൂഹിന്റെ ഒന്നിച്ചുള്ളത്. ഇത് കണ്ടുകൂടെ നിങ്ങൾക്ക്? എന്നിട്ട് അവർ വിശദീകരിച്ചു, വദ്ദ് തങ്ങൾ നിങ്ങളെ കൈവിട്ടേക്കണ്ട, വിട്ടാൽ ഈ ലോകം ബാക്കി ഉണ്ടാവില്ല. ഏതോ ഒരു മുസ്ലിയാരെ കൈവിട്ടാൽ, ഏതൊരു കോഴിക്കോട്ടുകാരെ മുസ്ലിയാരെ കൈവിട്ടാൽ ലോകം ബാക്കി, പ്രപഞ്ചമേ ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അത്രയ്ക്ക് അടുപ്പ് അവർ പറഞ്ഞിട്ടില്ല. ലാ തദറുന്ന വദ്ദ, വദ്ദ് തങ്ങളെ നിങ്ങൾ കൈവിട്ടേക്കണ്ട. വലാ സുവാഹ് തങ്ങളെയും കൈവിട്ടേക്കണ്ട. വലാ യഊക്ക് തങ്ങളെയും കൈവിട്ടേക്കണ്ട. വലാ യഗൂസ് തങ്ങളെയും കൈവിട്ടേക്കണ്ട. വലാ നസ്ര തങ്ങളെയും കൈവിട്ടേക്കണ്ട. പേരെടുത്തിട്ട് അല്ലാഹ് പറഞ്ഞല്ലേ കൂട്ടരെ ഇത്. ആ ആയത്തിനാണ് ഇബ്നു അബ്ബാസ് തഫ്സീർ പറഞ്ഞത്. ഹൗലായി, ഈ പറയപ്പെട്ട 5 ആള് അസ്മാഉ, പേരുകളാണ്, റിജാലിൻ സാലിഹീന, സജ്ജനങ്ങളായ ചില പുരുഷന്മാരുടെ പേരുകളാണിത്. മിൻ ഖൗമി നൂഹി, നൂഹിന്റെ ജനതയിൽപ്പെട്ട. വളരെ കൃത്യമല്ലേ പരിശുദ്ധ ഖുർആനും തഫ്സീറും? അത് എന്നല്ലേ ഇന്ന് നമ്മൾക്കും പറയാനുള്ളത്. നമ്മൾ സലഫിയത്ത് ഷിഈയത്ത് അങ്ങനല്ല, ഇസ്ലാം മുസ്ലിം, അതാണ് നമ്മുടെ ചർച്ച. ഇസ്ലാം എന്ന് വെച്ചാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ, ആദ്യം അംഗീകരിക്കുക, ഇല്ല പിന്നെ അംഗീകരിക്കുക, എന്നിട്ട് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാകുക. എങ്ങനെ തയ്യാറാകണം? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബിയെ റസൂലാക്കിക്കൊണ്ട് തയ്യാറാകണം. ഇതാണല്ലോ നമ്മുടെ ദഅവത്ത്. അപ്പോഴാണ് ഈ ഭൂരിപക്ഷം വരുന്ന 98% തങ്ങളെ കണ്ടില്ലേ, ഈ തങ്ങളെ കണ്ടില്ലേ, മൊദിശക്കങ്ങൾ ആരാന്നറിയില്ലേ, റിഫാശേഖങ്ങൾ ആരാന്നറിയില്ലേ. നൂഹ് നബിന്റെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരൊന്നിച്ച് നിങ്ങൾ ആരെയാണ് കാണുന്നത്? ഇന്നലെ വരെ കണ്ടൻ ടൗസർ ഇട്ടിട്ട് തെക്കോട്ടും വടക്കോട്ടും ലെവലില്ലാതെ നടന്ന പിള്ളേരല്ലേ സെൽഫികൾ ഒന്നിച്ചുള്ളത്. നമ്മളൊന്നിച്ചല്ലേ വലിയ ഷാളുള്ളവർ, കൈക്ക് വളയുള്ളവർ, നല്ല നിസ്കാരത്തിന്റെ തയമ്പുള്ളവർ, നല്ല ഡബിൾ സ്ട്രോങ് തലീക്കെട്ടുള്ളവര്, അതേപോലെ തന്നെ കുപ്പായത്തിന്റെ കുപ്പായം, പിന്നെ കുപ്പായം, കമീസ്, പിന്നെയും കുപ്പായം, അതെല്ലാം കാണുന്നില്ലേ? യുവമാരെ കണ്ടില്ലേ? പാന്റ് വിട്ടിട്ട് ടീഷർട്ട് വിട്ടിട്ട് കൊട്ടുപടക്കോട്ട് നടക്കുന്ന തൗഹീദ് എന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പ്രസംഗിച്ചത് നൂഹ് നബിയോട്. പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ കാലഘട്ടം വന്നപ്പോഴും സ്ഥിതി അത് തന്നെയല്ലേ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം വന്നപ്പോഴും സ്ഥിതി അത് തന്നെയല്ലേ? അതല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്? അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? അത് ഒട്ടും വ്യത്യാസമില്ലാതല്ലേ അഷ്റഫുൽ ഖൽഖും ചെയ്തത്. റസൂലുള്ളാഹി തങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഇബ്രാഹിമി ഇസ്മായിലി സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യക്കാര്. ആ പാരമ്പര്യക്കാരെ വിശ്വാസം, അവരെ നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു, മറ്റേവരും നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു. നൂഹ് നബിന്റെ ഖൗം നിസ്കരിക്കുന്നവരാണ്, നോമ്പ് വെക്കുന്നവരാണ്. മുഹമ്മദ് മുസ്തഫാന്റെ ഖൗം ഖുറൈശികൾ, അബൂലഹബ്, അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കം നിസ്കരിക്കുന്നവരാണ്, നോമ്പ് വെക്കുന്നവരാണ്. ആ കാലഘട്ടത്തിൽ ഹജ്ജില്ല, ആ കാലഘട്ടത്തിൽ സക്കാത്തുണ്ട്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരാണ്. ഈ കാലഘട്ടത്തിലുള്ള അബൂജഹൽ അടക്കം അവിടുത്തെ ചാരിറ്റി സൊസൈറ്റിന്റെ ആൾക്കാരാണ്. കഅബയിലെ ദാറുൽ നദ്വ എന്ന സുന്നി സെന്റർ കേന്ദ്രമാക്കിക്കൊണ്ട് ചാരിറ്റി സെന്റർ ഉണ്ട്. വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന കച്ചവടത്തിലെ ചെറിയ ചെറിയ കച്ചവട സംഘത്തെ സഹായിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തില്. ഇതെല്ലാം ഇന്ന് നടക്കുന്ന എല്ലാ സംവിധാനവും അന്നുണ്ട്. അവരിലേക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലായിട്ട് വരുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിസ്കരിക്കാനല്ല പറയുന്നത്. അഷ്റഫുൽ നബിയായിട്ട് വർഷം 8 കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ തുടങ്ങി, നിസ്കാരം ഫർളാക്കുന്നത്. 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് സക്കാത്തും നോമ്പും ഫർളാക്കുന്നത്. കൂട്ടരെ, അതുവരെ എന്തോ നിബിധങ്ങൾക്ക് ജോലി? കുത്തുബിയത്തും റാത്തീബും കഴിച്ചു നടക്കല്ലോ, ദിക്ർ അൽക്കിൻ സലാത്ത് അൽക്കിൻ കത്തല്ലോ. അഷ്റഫുൽ ഖൽഖ് എന്താ ജോലി ചെയ്തത്? നൂബത്ത് 40-ാമത്തെ വയസ്സിൽ നൂബത്ത് കിട്ടിയില്ലേ? 51-ാമത്തെ വയസ്സിലല്ലേ 5 നേരത്തെ നിസ്കാരം ഫർളാകുന്നത്? 10 കൊല്ലം എന്തായിരുന്നു ജോലി? അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ വയസ്സിലല്ലേ നോമ്പും സക്കാത്തും നിർബന്ധമാകുന്നത്? അവിടുത്തെ 62-ാമത്തെ വയസ്സിലല്ലേ ഹജ്ജ് ഫർളാകുന്നത്? എന്താ മനസ്സിലാക്കാത്തത്? അത് എന്തായിരുന്നു വിധങ്ങൾക്ക് ജോലി ഇതുവരെ? അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് നബി അലൈഹി സ്വല്ലത്തു വസ്സലാം അന്ന് ചോദിച്ചിട്ട് എന്താണോ പറഞ്ഞത്? നിങ്ങൾ അംഗീകരിച്ച റബ്ബായ അല്ലാഹ്, നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യുന്ന അല്ലാഹ്, നിങ്ങൾ വിഷമിക്കുമ്പോൾ ദുആ ചെയ്യുന്ന അല്ലാഹ്, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ അകപ്പെട്ട ദുആ ചെയ്യുന്ന അല്ലാഹ്, നിങ്ങൾ കടലിൽ അകപ്പെട്ടു പോയാൽ നിങ്ങൾ ദുആ ചെയ്യുന്ന അല്ലാഹ്, നിങ്ങൾക്ക് കടമോ ബുദ്ധിമുട്ടോ വന്നാൽ ദുആ ചെയ്യുന്ന അല്ലാഹ്, നിങ്ങൾ ആ അല്ലാഹുവിനോടൊപ്പം മറ്റു പലരെയും ഈ വിഷയത്തിൽ നിങ്ങൾ ഇടയാളാക്കുന്നുണ്ട്. ആ ഇടയാളത്തിൽ ശരിയാകുകയില്ല. അത് അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹ്ക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന റബ്ബായ അല്ലാഹ്ക്ക്, നിങ്ങൾ റബ്ബാണെന്ന് വിശ്വസിക്കുന്ന അല്ലാഹ്ക്ക് അത് ഇഷ്ടമല്ല. ആ അല്ലാഹ് നിങ്ങളോട് പറയാൻ എന്നെ അയച്ചിരിക്കുകയാണ്. എന്ത് പറയാൻ? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോ ലാ റബ്ബ ഇല്ലല്ലാഹ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. മനസ്സിലാക്കിയേ പറ്റി മരിക്കുന്നത് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് 43-ാമത്തെ വയസ്സിൽ റിസാലത്ത് കിട്ടി, അപ്പോൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് പോയി, അവിടെയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തായിഫ് എന്ന് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗോത്രക്കാരെ കാണാൻ വേണ്ടി പോയി, അവിടെയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് റസൂൽ മദീനത്തേക്ക് പോയി, ഹിറാ പർവ്വതത്തിന്റെ ഗാർ സൗറിലെത്തി, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനത്തെത്തി ഖുബാ പള്ളിയിൽ, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുബാ പള്ളിയിൽ നിന്ന് നേരെ മസ്ജിദ് നബവിയിലേക്ക് പോയി, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2-ാമത്തെ കൊല്ലം ബദ്ർ, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3-ാമത്തെ കൊല്ലം ഹിജ്റ കഴിഞ്ഞിട്ട് 3-ാമത്തെ കൊല്ലം അവിടെയും ഉഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് മക്കം ഫത്ഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹജ്ജത്തുൽ വിദാ, അവസാനത്തെ ഹജ്ജ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനത്തേക്ക് തിരിച്ചു വന്ന് പനിച്ചു കിടക്കുകയാണ്, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. സക്രാത്തിന്റെ ഹാല്, മലക്കുൽ മൗത്ത് വന്നിട്ട് ശരീരം തൊട്ടു, കാലും കൈയിട്ട് വൽതഫത്തി സാഖു ബിസാഖ്, വൽതഫത്തി സാഖു ബിസാഖ്, കാലിന്റെ മേലിട്ടിട്ട് ചുറച്ച് പിടിക്കുന്നു അഷ്റഫുൽ ഖൽഖ്. വേദന താങ്ങാൻ കഴിയുന്നില്ല. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് കയറി വന്നു റസൂലുള്ളാഹി തങ്ങളെ കാണാൻ. തങ്ങളെ വല്ലാതെ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ തങ്ങളെ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഇന്നലിൽ മൗത്തിലെ സക്കറാർ, മരണത്തിന് കട്ടിയുള്ള വേദനയുണ്ട്, സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ, അപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ നബിയല്ലേ, നിങ്ങൾക്ക് ഇത്ര വേദന ഉണ്ടാകുമോ? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് 2 ആളെ വേദനയാണ് നബിയായ എനിക്ക് ഉണ്ടാകുക, പ്രതിഫലവും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ.
ആ വേദന സഹിച്ചാൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് കിട്ടുന്ന പ്രതിഫലം എനിക്ക് ഒരാൾക്ക് കിട്ടും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് ഇങ്ങനെ വേദന കടിച്ചിറക്കുക, ആയിഷത്തു സിദ്ദീഖ മുഖം തടകി കൊടുക്കുക, വെള്ളറ്റിങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുക. ചിലപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് കൈയും കുഴയും, ചിലപ്പോൾ കാലും തല കുഴഞ്ഞിട്ട് അഷ്റഫുൽ ആയിഷ ബീബിന്റെ മടിയിലേക്ക് ചാഞ്ഞു വീഴും. ആ സമയത്ത് കുറച്ച് സമയം ബോധം ഉണ്ടാവില്ല. ആയിഷ റളിയല്ലാഹു ആകെ ബേജാറാവും, പിന്നെ ബോധം വരും. അവസാനം ലാസ്റ്റ് വഫാത്താകുന്നതിന്റെ 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വന്നപ്പോൾ കണ്ണു തുറന്നു ആയിഷാനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അല്ലാഹു ജൂതന്മാരെ തൊലക്കട്ടെ, അല്ലാഹു തആല നസാറകളെ തൊലക്കട്ടെ. ഇല്ല, ഒരിക്കലും ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി ഒരാളെ ശപിച്ചിട്ട് മരിക്കുക എന്നുള്ളത്, ഒരാളെ പിരായിട്ട് മരിക്കുക എന്നുള്ളത് സംഭവിക്കില്ല കൂട്ടരെ. ആ വിഷയത്തിലുള്ള ഗൗരവം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അല്ലാഹു തആല എന്താ കാര്യം, ജഅലു ഖുബൂറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം. അവരെല്ലാം അവരെ അമ്പിയാക്കൾ മരിച്ചു കഴിഞ്ഞാൽ, മഹാന്മാര് മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അവരെ അല്ലാഹു തആല നശിപ്പിച്ചു കളയട്ടെ എന്ന് കെട്ടുത്ത ഭാഷ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തിന് മുന്നറിയിപ്പാണ്, മരിച്ചവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ. ഇതല്ലേ ആയിഷ ബീബി അതിനെ പറ്റി പറഞ്ഞത്. അഥവാ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖിന്റെ ജനാസ പൊതുസ്ഥാനമായ ഖബറിൽ ബഖീഉൽ ഗർഖത്തിൽ വെക്കട്ടെയായിരുന്നു. അത് വീട്ടിൽ തന്നെ വെക്കണമെന്ന് അഷ്റഫുൽ ഖൽഖിന്റെ നേരത്തെയുള്ള ആഗ്രഹമുണ്ടായതും വെച്ചതും ഈ പറയുന്ന ഇലാഹനൃത്യമായിട്ട് ബസ്സും പിടിച്ച് വരുന്നവർക്ക് അവസരം കൊടുക്കാതിരിക്കാനാണ് ആയിഷ ബീബിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചത്. അതേ സഹോദരങ്ങളെ മനസ്സിലാക്കണം, സഹോദരിമാരെ, ജാറത്തിൽ പോയിട്ട് കുമ്പിൾ കൂടുന്ന സമൂഹം മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് വഫാത്തായി ആയിഷത്തു സിദ്ദീഖിന്റെ വീട്ടിന്റെ ഒരു ബെഡ്റൂമിലാണ് കബറടക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത റൂമിലാണ് ആയിഷ ബീബി താമസിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് വഫാത്താവുമ്പോൾ 19 വയസ്സാണ് ആയിഷ ബീബിക്ക്. 69 വയസ്സ് കഴിഞ്ഞിട്ടാണ് ആയിഷ ബീബി വഫാത്താകുന്നത്. ഈ സുദീർഘമായ 10-50 കൊല്ലക്കാലം അമ്പീട്ടിലാണ് ആയിഷ ബീബി ജീവിച്ചത്. ആ 50 കൊല്ലത്തിന്റെ ഇടയിൽ ഒരൊറ്റ കുട്ടിയും ഇലാഹ പറഞ്ഞ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. കയറിയിട്ടുണ്ടെങ്കിൽ ആയിഷത്തു സിദ്ദീഖ ഇക്കടാക്കും. 50 വർഷം ഒരു കുട്ടി തലീക്കെട്ടും കെട്ടി അങ്ങോട്ട് കയറിയിട്ടില്ല, അനുവദിക്കൂല ആയിഷ. കാരണം അഷ്റഫുൽ വഫാത്താകുന്ന സമയത്ത് ഖബറന്മാരെ ഈ ജാറക്കാർക്കെതിരായിട്ട് അല്ലാഹു റസൂൽ ചെയ്ത ദുആ അഷ്റഫുൽ സിദ്ദീഖ നേരിട്ട് കേട്ടതാ. പിന്നെ എങ്ങനെ അഷ്റഫുൽ സിദ്ദീഖ സമ്മതിക്കുക വീട്ടിലേക്ക്? ഇപ്പൊ പൊടി മുക്കിയ വെള്ളത്തിൽ പൊടി കലക്കിട്ട് മോന്തുക, എന്താ പറയല്ലേ, എന്തല്ലേ പിന്നെ കുൽക്കി സർവത്ത് അവിലി സർവത്ത് എന്നൊക്കെ പറഞ്ഞ ബോർഡ് കാണാം. ഇതേമാതിരി ഉള്ളതാണ്. മുടിമുക്കിയ വെള്ളത്തിൽ പൊടി കലക്കിയ വെള്ളം, മുടിമുക്കിയ വെള്ളത്തിൽ പൊടി കലക്കിയത് അവിൽ സർവത്ത്. ഒരു കുപ്പിക്ക് 1 ലക്ഷം റുപ്യ. പൈസനേക്കാൾ എളുപ്പ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹബീബായ മുത്തിനെ എല്ലാറ്റിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് ഇവരെ കസ്റ്റഡിയിലുള്ളത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ആ ചരിത്രം ഞാൻ പിന്നിലേക്ക് നീക്കി വെക്കുന്ന അഷ്റഫുൽ ഖൽഖ് നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജോലി, അതേ ജോലി തന്നെ ആവർത്തിച്ചു എന്നതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇത്രയും കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാകേണ്ട ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഷഹാദ കട്ടിയുള്ള ഷഹാദയാക്കി തരട്ടെ. നമ്മൾ കൊടുത്ത ഷഹാദ ഉണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂഹ് നബി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബ്രാഹിം നബി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹൂദ് നബിയും സാലിഹ് നബിയും പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ മൂസ നബിയും ഈസ നബിയും പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി വളരെ കട്ടിയിൽ സക്രാത്തിന്റെ ഹാലിൽ കൂടി എനിക്കൊരടയാളും വേണ്ട എന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാബാക്കൾ ഏറ്റുപറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരാണ് നാം. ഈ നിൽക്കുന്ന ഞാൻ, ഈ ഇരിക്കുന്ന നിങ്ങൾ, ഈ നാട്ടിലെ ആണുങ്ങൾ, ഇപ്പോഴീ കൊല്ലമ്പാടിയിലെ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറുപ്പക്കാരികൾ, എന്തെങ്കിലും മീഡിയകളിലൂടെ ഈ ശബ്ദം കേൾക്കുന്നവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഷഹാദത്ത് സഹിയാക്കി കൊള്ളുക. എന്നിട്ട് അള്ളാന്റെ സ്വന്തക്കാരായി കൊള്ളുക. എന്നിട്ട് നാളെ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു എന്റെ ആളാണിത് എന്ന് പറഞ്ഞിട്ട് അടുപ്പിച്ച് നിർത്തുന്ന ആ ന്യൂനപക്ഷത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരട്ടെ. അതിന് ഇതൊക്കെ അള്ളാഹു കാരണമാക്കി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തദ. وقال الله مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل. وقال النبي صلى الله عليه وسلم من صلى علي واحدة صلى الله بها عليه عشرا اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن الخلفاء الراشدين المهديين أبي بكر
بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وعلى أزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك في برك وبحرك وجوك أجمعين يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.